സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാനായി സ്വപ്നതുല്യമായ ജോലിയും സൗകര്യങ്ങളും ഉപേക്ഷിക്കുന്ന എത്ര ആളുകൾ കാണും? അത്തരത്തിൽ ഒരാളാണ് തിരുവനന്തപുരം പെരുന്താന്നി സ്വദേശിനിയായ പാർവതി രവികുമാർ. ലോകത്തിലെ തന്നെ പ്രമുഖ IT കമ്പനികളിലൊന്നിലെ സ്വപ്നതുല്യമായ ജോലി ഉപേക്ഷിച്ചാണ് പാർവതി തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ നടക്കാൻ തുടങ്ങിയത്. ഒടുവിൽ തന്റെ പാഷനിലൂടെ വിജയത്തിന്റെ പാതയിൽ എത്തി നിൽക്കുകയാണ് പാർവതി. UST ഗ്ലോബലിലെ ജോലി ഉപേക്ഷിച്ചാണ് 33-കാരിയായ പാർവതി തന്റെ ഇഷ്ടമേഖലയായ ബേക്കിംഗ് തിരഞ്ഞെടുത്തത്. ഇന്ന് തലസ്ഥാന നഗരിയിലെ പ്രമുഖ കേക്ക് നിർമ്മാതാക്കളിൽ ഒരാളാണ് പാർവതി. മാത്രവുമല്ല, പൊതിച്ചോർ വിപണിയിലും പാർവതി മുന്നിൽ തന്നെയുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ പാർവതി സിസ്റ്റംസ് എഞ്ചിനീയറായാണ് UST ഗ്ലോബലിൽ ജോലി ചെയ്തിരുന്നത്. 2016 മുതൽ 2021 വരെ 5 വർഷം IT മേഖലയിൽ ജോലി ചെയ്ത പാർവതിക്ക് ചെറുപ്പം മുതൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു പാചകം. ഒഴിവു സമയങ്ങൾ ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടി 2018 മുതലാണ് കേക്ക് നിർമ്മാണം ആരംഭിച്ചത്. വെറുതെ ടൈം പാസിന് വേണ്ടിയായിരുന്നു കേക്ക് നിർമ്മാണം ആദ്യം തുടങ്ങിയതെങ്കിലും പിന്നീട് നിറയെ ഓർഡറുകൾ ലഭിക്കാൻ തുടങ്ങി. കോവിഡ് സമയത്ത് ഇത് വർദ്ധിക്കുകയും ചെയ്തു. തുടർന്നാണ് കേക്ക് നിർമ്മാണവുമായി തന്നെ മുന്നോട്ട് പോകാനായി തീരുമാനിക്കുന്നത്. 1-2 പേർക്കെങ്കിലും ജോലി നൽകണമെന്ന മോഹവും കേക്ക് ബിസിനസിന് പ്രചോദനമായി. അങ്ങനെയാണ് UST ഗ്ലോബലിലെ ജോലി ഉപേക്ഷിച്ച് പാർവതി കേക്ക് ബിസിനസ്സിലേക്ക് എത്തുന്നത്. ജോലി ഉപേക്ഷിച്ച് ബേക്കിംഗ് ബിസിനസ് എന്നൊരു തീരുമാനത്തെ ആദ്യം വീട്ടുകാർ എതിർത്തെങ്കിലും പിന്നീട് പിന്തുണച്ചു. പഠിച്ച വിഷയത്തിൽ തന്നെ ലഭിച്ച ജോലി ഉപേക്ഷിക്കുന്നതിൽ അധ്യാപികയായ അമ്മ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ബിസിനസ് മേഖലയിലുള്ള അച്ഛൻ രവികുമാർ പാർവതിക്ക് പിന്തുണയുമായി മുന്നോട്ട് വന്നു. അങ്ങനെ ഇന്ന് 4 സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനത്തിനുടമയാണ് പാർവതി. ബിസിനസ് ആരംഭിച്ച ആദ്യത്തെ 3 വർഷം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കായിരുന്നു പാർവതി നോക്കി നടത്തിയിരുന്നത്. കോവിഡ് സമയത്ത് അച്ഛൻ ഏറെ സഹായിച്ചു. പിന്നീട് ബിസിനസ് വളർന്നപ്പോഴാണ് സഹായത്തിനായി 4 പേരെ നിയമിച്ചത്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു തുടക്കത്തിൽ കേക്കിന്റെ ഓർഡറുകൾ ലഭിച്ചിരുന്നത്. ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഫുഡ് ഡെലിവറി ആപ്പുകളിൽ പാർവതിയുടെ കേക്ക് ബൈ പാർവതിയിൽ നിന്നും ഓർഡർ ചെയ്യാം. പിന്നാലെ 2 വർഷം മുൻപ് വീട്ടിലെ ഊണെന്ന ആശയവും പാർവതി മുന്നോട്ട് വെച്ചിരുന്നു. കേക്ക് ബിസിനസിനോടൊപ്പം തന്നെ പൊതിച്ചോർ ബിസിനസ്സും ആരംഭിച്ചു. ഇപ്പോൾ പൊതിച്ചോർ നേരിട്ട് വന്ന് വാങ്ങുന്നവരും ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യുന്നവരുമായി നിരവധി കസ്റ്റമേഴ്സ് പാർവതിക്കുണ്ട്. തന്റെ ബിസിനസ്സും മറ്റു വിശേഷങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർവതി പങ്കുവെക്കാറുണ്ട്.